ബംഗ്ലാദേശിന്റെ വലിയൊരു പ്രദേശം പിടിച്ചെടുത്ത് മ്യാൻമാർ തീവ്രവാദികൾ. പുതിയ രാജ്യത്തിനുള്ള നീക്കങ്ങൾ എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. ബംഗ്ലാദേശിന്റെ 200 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തിരിക്കുന്നു. മ്യാൻമാറിലെ അരാക്കൻ ആർമി ചിറ്റഗോങ്ങിനും റഖൈനും ഇടയിലുള്ള ബംഗ്ലാദേശും മ്യാൻമാറുമായുള്ള അതിർത്തിയിലെ അവസാന പോസ്റ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. മ്യാൻമാറിന്റെ ഔദ്യോഗിക ആർമിയെ തന്നെ കീഴടക്കിക്കൊണ്ട് ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു കയറുകയാണ് അരാക്കൻ ആർമി. മ്യാൻമാറിനുള്ളിലുള്ള നിരവധി മിലിറ്ററി എത്നിക് ഗ്രൂപ്പുകളിൽ പ്രധാനികളാണ് അരാക്കൻ ആർമി. ആധുനികമായ എല്ലാ സൈനിക സജ്ജീകരണങ്ങളുമുള്ള അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് ഇരമ്പി കയറുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. മ്യാൻമാറിന്റെ അരാക്കൻ ആർമിയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ബംഗ്ലാദേശ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ മ്യാൻമാർ അരാക്കൻ ആർമിയുടെ സ്ഥാപനം കഴിഞ്ഞ കുറേ കാലങ്ങളായുണ്ട്. മ്യാൻമാറിനെ സംബന്ധിച്ച് നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളാണ് ആ രാജ്യത്തിൻ്റെ അകത്തുള്ളത്. ഔദ്യോഗിക സേനയേക്കാൾ ശക്തിയുണ്ട് വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്. ഏകദേശം സിറിയയ്ക്ക് സമാനമായ ഒരു ആഭ്യന്തര കലുഷിതമായ അവസ്ഥയിലൂടെയാണ് മ്യാൻമാർ കടന്നു പോകുന്നത്. ഒരു ബുദ്ധരാജ്യമാണ് മ്യാൻമാർ. അതായത് ജനസംഖ്യയിലെ 75 മുതൽ 80% വരെ ബുദ്ധമതക്കാരാണ്. എങ്കിൽ പോലും 20% അല്ലെങ്കിൽ 15% മുകളിൽ മുസ്ലിം മതവിഭാഗക്കാരും മ്യാൻമാറിലുണ്ട്. അതേസമയം സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളെക്കാൾ കരുത്തുറ്റ നിരവധി തീവ്രവാദ സംഘടനകളുണ്ട് മ്യാൻമാറിൽ. ആ തീവ്രവാദ സംഘടനകൾക്ക് വളരെ കൃത്യമായ മിലിറ്ററി ഗ്രൂപ്പുകളുമുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ മിലിറ്ററി ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ ആയുധങ്ങൾ നൽകുന്നതും ഇവരെ നിയന്ത്രിക്കുന്നതും അമേരിക്കയാണ് എന്നുള്ളതാണ്. ഏറ്റവും ആധുനികമായ, അതായത് അമേരിക്കൻ ആർമിക്ക് തന്നെ കയ്യിലുള്ളതിന് സമാനമായ ആയുധങ്ങളാണ് പല മിലിറ്ററി ഗ്രൂപ്പുകളുടെയും കയ്യിലുള്ളത്. ആ മിലിറ്ററി ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രധാനികളാണ് അരാക്കൻ ആർമി. പ്രത്യേകിച്ച് മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശമായ രഖൈൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അരാക്കൻ ആർമി, ആ ആർമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു കയറി ബംഗ്ലാദേശിൻ്റെ വൻ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ ആരംഭിച്ചിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ പട്ടാള അട്ടിമറിയും പിന്നീട് ബംഗ്ലാദേശിനകത്തുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളുമാണ് ഇത്തരം ഒരു കടന്നുകയറ്റത്തിന് സാഹചര്യം കൂടുതൽ ഒരുക്കിയത്. പ്രത്യേകിച്ച് യൂനുസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശിനുള്ളിൽ തന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ സംഘർഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വംശഹത്യ, പ്രത്യേകിച്ച് ഹിന്ദു മതവിഭാഗത്തിന് നേരെ നടക്കുന്ന സംഘർഷങ്ങൾ, അത് ആഗോളതലത്തിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ പ്രതിച്ഛായ ഇടിക്കുന്നതിന് കാരണമായി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ താക്കീത് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടുമെന്ന് തന്നെ മുന്നറിയിപ്പുണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയാണ് ബംഗ്ലാദേശിലുടനീളം നിലനിൽക്കുന്നത്. സർക്കാരിന്, പ്രത്യേകിച്ച് മുഹമ്മദ് യൂനുസ് സർക്കാരിന് അവിടെയുള്ള ഇസ്ലാമിക ഭീകരവാദികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിക ഭീകരവാദികൾ ബംഗ്ലാദേശിനുള്ളിൽ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം. അവിടെ ഹിന്ദു വേട്ട നിരന്തരം നടക്കുന്നു. ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുന്നു, സ്ഥാപനങ്ങൾ കത്തിക്കുന്നു, തെരുവിലിട്ട് ഹിന്ദുക്കളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം. അപ്പോൾ രാഷ്ട്രീയമായി ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. മുഹമ്മദ് യൂനുസ് സർക്കാരിനെ കെട്ടിയിറക്കപ്പെട്ട് ഈ സർക്കാരിനെ കൊണ്ട് അവിടെയുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇസ്ലാമിക ഭീകരവാദം അവിടെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ലോകത്തുള്ള വിവിധ രാജ്യങ്ങളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജിഹാദ് നടത്താനുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിലെ പല ഇസ്ലാമിക നേതാക്കളും വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു അതിർത്തിയിലൂടെ മ്യാൻമാർ തീവ്രവാദികൾ ഉള്ളിൽ കയറിയതും ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തതും. ഇവരുടെ ആവശ്യം ബംഗ്ലാദേശിൻ്റെ ഈ ഭാഗവും ചേർത്ത് രഖൈനും ചേർത്ത് ഒരു പുതിയ രാജ്യമാണ്. അതായത് മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്ത്യ അതിർത്തികളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക രാജ്യം. നേരത്തെ ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നതും ഇതിനു സമാനമായ ഒരു കാര്യം തന്നെയാണ്. ബംഗ്ലാദേശിനെ കീറി മുറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ബംഗ്ലാദേശിനെ കീറി മുറിച്ചുകൊണ്ട് പുതിയ രാജ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഷെയ്ഖ് ഹസീന ഉന്നയിച്ചത്. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ഫണ്ടിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന അരാക്കൻ ആർമി
തീവ്രവാദ സംഘടന ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു വലിയ ഭൂപ്രദേശം ഏകദേശം 200 സ്ക്വയർ കിലോമീറ്റർ ദൂരം പിടിച്ചെടുത്തിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ബംഗാളിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പവഴിയുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശമടക്കമുള്ളവ ചുറ്റിക്കൊണ്ട് ആ പ്രദേശമടക്കമുള്ളവ ചേർത്തുകൊണ്ട് ഒരു പുതിയ രാജ്യം രൂപീകരിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ഭരണകൂടത്തിന് അരാക്കൻ ആർമിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ കഴിയുന്നില്ല. വലിയ സംഘർഷമാണ് ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ നടക്കുന്നത് എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇവിടെയാണ് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായ ബംഗ്ലാദേശ് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യമുയരുന്നത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ ദയാദാക്ഷിണ്യത്തിൽ ജീവിച്ച രാജ്യമാണ്. ബംഗ്ലാദേശിന്റെ രൂപീകരണം മുതൽ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ സ്കൂളുകളിൽ സ്റ്റാമ്പ് വിറ്റ് കിട്ടിയ പണം കൊണ്ട് പട്ടിണി മാറ്റിയ രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും ഒടുവിലായി കോവിഡ് വന്നപ്പോൾ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകി ഇന്ത്യ സഹായിച്ചു. ആ ഇന്ത്യയെ തിരിഞ്ഞുകൊത്താനാണ് ബംഗ്ലാദേശിന്റെ പുതിയ ഭരണകൂടം ശ്രമിച്ചത്. രാഷ്ട്രീയ അട്ടിമറിക്ക് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകി. അതിലും ബംഗ്ലാദേശിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിൻ്റെ പ്രസിഡന്റാക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് ഭാരതമാണ്, ഇന്ത്യയാണ്. എന്നിട്ട് ആ യൂനിസിന് ആ നന്ദി പോലും ഉണ്ടായില്ല. ബംഗ്ലാദേശിലെ സന്യാസിമാർക്ക്, ഹൈന്ദവ സന്യാസിമാർക്ക്, ഇസ്കോണിൻ്റെ സന്യാസിമാർക്ക്, അതുപോലെ ഹിന്ദുക്കൾക്കൊക്കെ നേരെ നടന്ന വലിയ അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളിൽ മനം നൊന്ത ഇന്ത്യ വളരെ ശക്തമായി തന്നെയാണ് അവിടെ ഇടപെടൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ അജിത് ഡോവലിൻ്റെ തന്ത്രപരമായ ഇടപെടലാണ് ബംഗ്ലാദേശിലേക്ക് ഉണ്ടായത്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അതിർത്തിയിലെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഇടപെടലാണോ ഇനി, അതോ മറ്റേതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടലാണോ, അതോ ഇനി അജിത് ഡോവലിൻ്റെ തന്നെ ബുദ്ധിയാണോ ഈ അരാക്കൻ ആർമിയുടെ കടന്നുകയറ്റത്തിന് പിന്നിൽ എന്ന സംശയം മാത്രമാണ് ഉയരുന്നത്. അജ്ഞാതൻ വീണ്ടും ബംഗ്ലാദേശിൽ പണി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കാരെ ദ്രോഹിച്ച, ഹിന്ദുക്കളെ ദ്രോഹിച്ച, ഹൈന്ദവ സന്യാസിമാരെ ദ്രോഹിച്ച ബംഗ്ലാദേശിന് പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു. അജ്ഞാതൻ ബംഗ്ലാദേശിലും പണി തുടങ്ങിയിരിക്കുകയാണ്.